തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലുമെല്ലാം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ച 4K റീ-റിലീസ് ട്രെൻഡ് ഇന്ന് മലയാള സിനിമയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പഴയകാല ക്ലാസിക് ചിത്രങ്ങളും ബ്ലോക്ക് ബസ്റ്ററുകളും സാങ്കേതികമായി മിനുക്കിയെടുത്ത് വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കുമ്പോൾ പ്രേക്ഷകർ വലിയ ആവേശത്തോടെയാണ് അവയെ സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിനോടകം വന്ന എല്ലാ റീ-റിലീസുകളും തിയേറ്ററുകളിൽ വിജയിച്ചിട്ടില്ല. ചില ചിത്രങ്ങൾ വലിയ ആൾക്കൂട്ടത്തെ ആകർഷിച്ചപ്പോൾ മറ്റു ചിലത് ഒരു ചലനവുമില്ലാതെ കടന്നുപോയി. ഈ പശ്ചാത്തലത്തിലാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ മാസ്റ്ററുകളിലൊന്നായ നരസിംഹത്തിന്റെ റീ-റിലീസ് സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. അടുത്തിടെ ക്ലബ് FM-ന് നൽകിയ അഭിമുഖത്തിലാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി കൈലാസ് ഇതേക്കുറിച്ച് മനസ്സ് തുറന്നത്. നരസിംഹം തിയേറ്ററുകളിൽ വീണ്ടും റിലീസ് ചെയ്യേണ്ടതില്ലെന്ന് വേറിട്ട അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. നരസിംഹം വീണ്ടും റിലീസ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സിനിമ കാണാത്ത ഒരു മലയാളി പോലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആളുകൾ അത്രയധികം പ്രാവശ്യം ടെലിവിഷനിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലുമായി ഇത് ആവർത്തിച്ച് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ റീ-റിലീസായി കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ഷാജി കൈലാസ് പറഞ്ഞത്. എന്നാൽ നരസിംഹത്തിന്റെ 4K റെസ്റ്റോറേഷൻ ജോലികൾ പൂർത്തിയായിട്ടുണ്ടെന്ന പ്രധാന വിവരവും ഷാജി കൈലാസ് വെളിപ്പെടുത്തി. ചിത്രത്തിന്റെ 4K വേർഷൻ തികച്ചും റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ആന്റണി പെരുമ്പാവൂർ തന്നെ തന്നോട് പറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഷാജി കൈലാസ് നിർമ്മാതാവിന് മുന്നിൽ വളരെ സവിശേഷമായ ഒരു നിർദ്ദേശം വച്ചത്. സിനിമ റീ-റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒരു ചാരിറ്റി ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഉദാഹരണത്തിന് ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ നരസിംഹത്തിന്റെ പ്രീമിയം ടിക്കറ്റുകൾ വെച്ച് ഫണ്ട് സമാഹരിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചു പേർക്ക് അത് ഉപകാരപ്പെടും. ഇതൊരു നല്ല കാര്യമാണെന്നും ആ വഴിക്ക് ചിന്തിക്കാമെന്നും ആന്റണിയും സമ്മതിച്ചിട്ടുണ്ട്. 2000-ൽ തിയേറ്ററുകളിലെത്തിയ നരസിംഹം മലയാളത്തിലെ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ചരിത്രത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അന്നുവരെയുള്ള എല്ലാ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് 200 ദിവസത്തിലേറെ തിയേറ്ററുകളിൽ നിറഞ്ഞോടി. മലയാള സിനിമയിലെ മുൻനിര നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രം കൂടിയാണ് നരസിംഹം. ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ആക്ഷൻ ഡ്രാമയ്ക്ക് തിരക്കഥയൊരുക്കിയത് രഞ്ജിത്താണ്. മോഹൻലാലിന്റെ മാസ് അവതാരമായ പൂവള്ളി ഇന്ദുചൂടൻ എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ അതുപോലെ തന്നെയുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രത്തിനൊപ്പം തിലകൻ, NF വർഗീസ്, ജഗതി ശ്രീകുമാർ, ഐശ്വര്യ ഭാസ്കരൻ, കനക, അഗസ്റ്റിൻ, ഭാരതി, സ്ഫടികം ജോർജ്, TP മാധവൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. കൂടാതെ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാറായി മമ്മൂട്ടി നടത്തിയ അതിഥിവേഷവും വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു. ആശീർവാദ് സിനിമാസും ആന്റണി പെരുമ്പാവൂരും ഷാജി കൈലാസിന്റെ ഈ നിർദ്ദേശം പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നരസിംഹം 4K ഒരു സിനിമയുടെ പുനരാഗമനം എന്നതിലുപരി വലിയൊരു സാമൂഹിക നന്മയ്ക്കുള്ള വഴിയായി മാറും.